ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് കഴിക്കാനായിട്ട് ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാം. പിന്നെ ഞാൻ കുറച്ച് പനീർ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത ശേഷം ഒരു സവാളയും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബീൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്തൊരു ടൊമാറ്റോ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് കഴുകി ഊറ്റി വെച്ച് ബസ്മതി റൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 കപ്പ് ബസ്മതി റൈസ് ഉണ്ട് ഇത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങും പനീറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 നാരങ്ങയുടെ നീരും കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് തുറന്നെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് മല്ലിയിലയും കൂടി തൂക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി മണമാണ് കേട്ടോ. നല്ല അടിപൊളി റൈസാണ്. ഇത് കഴിക്കാനായിട്ട്